ചില യൂട്യൂബിലൂടെ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ സഹായങ്ങൾ എത്തിക്കും. നമുക്ക് യഥാർത്ഥത്തിൽ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ചാനൽ യുദ്ധമാണോ? ചാനൽ യുദ്ധമൊന്നുമല്ല. നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരെ നമ്മൾ സഹായിക്കുക. കാര്യം വയനാട്ടിലുണ്ടായ ദുരന്തം നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും ദൂരെ ഇരുന്ന് കാണുന്നതിനേക്കാളും വളരെ വളരെ ഭീകരമാണ് എന്ന് നമുക്ക് പറയണം. അപ്പോൾ ഗോപിനാഥൻ മേനോൻ പറയുന്നത് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വയനാടിനെ പൂർണ്ണ നിലയിലാക്കാം. നമ്മൾ ആരുമായിട്ടും സഹകരിക്കും. നമ്മൾ ഇക്കാര്യത്തിൽ നമുക്കിതിനകത്ത് കക്ഷി രാഷ്ട്രീയമോ ചിന്തകളോ അല്ലെങ്കിൽ ചാനൽ യുദ്ധമോ അങ്ങനെ ഒരു സംഭവമില്ല. ആരുമായിട്ടും ഇതിൻ്റെ കാര്യങ്ങളിൽ സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം അവരെ പുനരധിവസിപ്പിക്കുക, അവർക്ക് ജീവിതം തിരിച്ചു കിട്ടിയ ആളുകൾക്ക് എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുക എന്ന കാര്യത്തിൽ അണിചേരുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എൻ്റെ കുടുംബം എൻ്റെ വയനാട് എന്ന ഈ പദ്ധതി സുതാര്യമായിരിക്കണം എന്നോ തീർച്ചയായിട്ടും ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്, എൻ്റെ ഉറപ്പാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും ജീവനക്കാർ പങ്കെടുക്കും. അതുപോലെ ഇതിലെ നമ്മുടെ കലാകാരന്മാരും അതിഥികളും പങ്കെടുക്കും. നമ്മുടെ 24ൻ്റെ അവതാരകരും ഫ്ലവേഴ്സിൻ്റെ അവതാരകരും പങ്കെടുക്കും. അതുപോലെ 24 കണക്റ്റ് ഇതിൻ്റെ ഒരു പാർട്ടാകും. അതുപോലെ 24 കണക്റ്റിൽ അംഗമായ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഇതിൻ്റെ ഭാഗമാകും. ഇത്രകാലം നമ്മളിൽ വിശ്വാസ്യത അർപ്പിച്ച പ്രേക്ഷകരെ കൂടി സഹകരിപ്പിച്ചായിരിക്കും എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ഈ പ്രഗത് പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പദ്ധതിയിൽ ഏറ്റവും വലിയ കാര്യം അതിൻ്റെ സുതാര്യതയായിരിക്കും. സുതാര്യത ഒന്ന്, ഈ ഒരു ആപ്പ് വഴിയായിട്ട് ആയിരിക്കും. ഈ ചെറിയ സംഖ്യ ആയാൽ പോലും അത് സ്വീകരിക്കുക. ആ ആപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവരും അറിയാം ആരൊക്കെയാണ് സംഭാവന ചെയ്തത്. അത് കൂടാതെ 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും വെബ്സൈറ്റിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ നൽകും. കാരണം ഇത് എത്ര രൂപ സംഖ്യ കിട്ടി, ആരൊക്കെയാണ് തന്നത്, ഇതെങ്ങനെ ചിലവാക്കി, ആർക്ക് ചിലവാക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റായി കൊണ്ടുപോകുന്ന പദ്ധതിയായിരിക്കും. കാരണം ഒരുപാട് ആളുകളുടെ സഹായം വയനാടിന് ആവശ്യമുണ്ട്. എന്നാൽ മെയിനായിട്ടുള്ള സഹായം തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും തന്നെയായിരിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ അയച്ചു കൊടുക്കുക തന്നെ വേണം അതിനു വേണ്ടി. എന്തായാലും പ്രേക്ഷക പങ്കാളിത്തത്തോടെയാണ് നമ്മൾ ഈ ബൃഹത് പദ്ധതി നടപ്പിലാക്കുക. മൈ ഫാമിലി വിത്ത് വയനാട് അല്ലെങ്കിൽ എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ഉള്ളുപൊട്ടിയ വയനാടിന് നമ്മൾ നൽകുന്ന ഒരു കൈത്താങ്ങാണ് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ ആർട്ടിസ്റ്റുകളും പ്രേക്ഷകരും അവതാരകരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് നമ്മുടെ മനസ്സിൽ. ഈ വളരെ പെട്ടെന്ന് നാളെയോ മറ്റന്നാളോ ഇതിൻ്റെ ആപ്പ് നമ്മൾ ഓൾറെഡി ഒരു 4 ദിവസമായി ഈ ആപ്പിൻ്റെ നിർമ്മാണത്തിലായിരുന്നു. ആ ആപ്പ് 2 ദിവസം കൂടി കഴിയുമ്പോൾ പൂർത്തിയാവും. ആപ്പ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് സംഭാവനകൾ നൽകാം. ഒരു നാട് മുഴുവൻ മണ്ണിനടിയിലായി പോയ ദുരന്തമാണ് വയനാട്ടിൽ ഇറങ്ങേറിയത്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ഒരു കൈത്താങ്ങാകാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ചെറിയ സംഭാവനകൾ പോലും നമുക്ക് ഇവരുടെ പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ വിശദാംശങ്ങളെല്ലാം ഈ ആപ്പിൻ്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്ക് സുതാര്യമായൊരു ട്രാൻസ്പെറൻ്റായൊരു മൊബൈൽ ആപ്പ് വഴിയായിരിക്കും ഈ പരിപാടി ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വൈകാതെ ഇതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും. നാളെ മറ്റന്നാളോ നമുക്കത് കൊടുക്കാൻ കഴിയും. ഒരു 3-4 ദിവസമായി നമ്മൾ ഈ ആപ്പിൻ്റെ കാരണം ഇത്രയും കൂടുതലൊരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകൾക്കറിയാം. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ തുറന്ന് നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് പ്ലേ സ്റ്റോറിൽ ഇത് താങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ വരും. അപ്പോൾ പ്ലേ സ്റ്റോർ വഴി തന്നെ നമ്മൾ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി കളക്ഷൻ നടത്തിയത് ഓർമ്മയില്ല, അതേപോലെ ഒരു ആപ്പായിരിക്കും ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ഈ ആപ്പിലൂടെ ആയിരിക്കും, അത് എത്ര ചെറിയ തുകയായാലും ഈ ആപ്പ് വഴി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ഈ ബൃഹത് പദ്ധതി മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ തന്നെ ഒരുപാട് പേര് സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് യൂട്യൂബിൽ സന്ദേശങ്ങൾ അയക്കുന്നു, അല്ലാതെയും വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അവരുടെ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇത് എൻ്റെ ഉറപ്പാണ്, എൻ്റെ ഗ്യാരണ്ടിയാണ്. ഇത് പൂർണ്ണമായും വിശ്വാസ്യത നമ്മൾ നിലനിർത്തും.